റിലീസിന് പിന്നാലെ വിവാദ കോളത്തിൽ ഇടം പിടിച്ച ചിത്രമായിരുന്നു രാംചരൺ നായകനായ പെഡ്ഡി. ചിത്രത്തിൽ ജാൻവി കപൂറിന്റെ കഥാപാത്രത്തെ ഹൈപ്പറായി സെക്ഷലൈസ് ചെയ്യുന്നു, ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നതായിരുന്നു വിവാദങ്ങൾക്ക് കാരണം. കാലങ്ങളായി തമിഴ് തെലുങ്ക് സിനിമകളുടെ ഫ്ലേവറിന്റെ ഭാഗമാണ് ഇത്തരം ഒബ്ജക്ടിഫൈങ് സീനുകളെങ്കിലും കാലം മാറുന്നതനുസരിച്ച് പ്രേക്ഷക അഭിരുചിക്കും മാറ്റം വന്നത് എന്തായാലും സംവിധായകൻ ബുച്ചി ബാബുവും നായകൻ രാംചരണും മനസ്സിലാക്കിയിരുന്നില്ലെന്ന് കരുതി. വിവാദങ്ങൾക്കും അതിലെ സംവിധായകന്റെ മാപ്പ് പറച്ചിലും എന്തായാലും സിനിമയുടെ തിയേറ്റർ റണ്ണിനെ കാര്യമായി ബാധിച്ചിട്ടില്ല. ആഗോളതലത്തിൽ ഏകദേശം 341 കോടി രൂപയിലധികം നേടിയാണ് ചിത്രം തിയേറ്റർ വിട്ടത്. ജൂലൈ 9 നെറ്റ്ഫ്ലിക്സിലൂടെ OTT-യിലെത്തിയ ചിത്രം ഇപ്പോൾ ട്രോളുകൾ വാരിക്കൂട്ടുകയാണ്. അതായത് ബോക്സ് ഓഫീസ് നമ്പറുകൾ സിനിമയുടെ കഥയുടെ ക്വാളിറ്റിക്ക് ഗ്യാരണ്ടി തരുന്നില്ലെന്ന് ഈ ബുച്ചി ബാബു ചിത്രം പിന്നെയും തെളിയിക്കുന്നു എന്ന് തന്നെ. ആദ്യം ആരാണ് പെഡ്ഡി എന്ന് നോക്കാം. ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ മോശം പ്രകടനത്തിന് പിന്നാലെ മികച്ച അത്ലറ്റുകളെ തപ്പി കണ്ടുപിടിക്കാൻ ഇറങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ. നോക്കി നോക്കി വരുമ്പോൾ ഒരു സ്ഥലത്ത് കുറെ പിള്ളേർ ഭയങ്കര ഫോമിൽ കളിക്കുന്നു. ചോദിച്ചപ്പോൾ ഇവന്മാരെല്ലാം പെഡ്ഡി ഫാൻസ്. അങ്ങനെ വരുന്നവനും പോകുന്നവനുമെല്ലാം വാരണവാരത്തിൽ മാലിനി നിന്നെ കൃഷ്ണൻ തിരക്കി എന്ന് പറയും പോലെ പെഡ്ഡി പെഡ്ഡി എന്ന് മാത്രം പറയുന്നു. അവസാനം ആരാണ് ഈ പെഡ്ഡി എന്നറിയാൻ അദ്ദേഹം പെഡ്ഡിയെ തപ്പി ഇറങ്ങുന്നു. അങ്ങനെ നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് കഥ പോകുന്നത് ആധാറും റേഷൻ കാർഡും ഒന്നുമില്ലാത്ത കുറെ ആൾക്കാർ താമസിക്കുന്ന ആദിവാസി ഗ്രാമത്തിലേക്ക്. അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ അനുവദിക്കാൻ അവർ കാലങ്ങളായി പോരാടുന്നു. ഇതാണ് ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട്. ആ നാട്ടിൽ കൂലിക്ക് ടൂർണമെന്റുകളിൽ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നവനാണ് സാക്ഷാൽ പെഡ്ഡി. പുള്ളി ചരിഞ്ഞും കിടന്നും ഓടിയും ഡാൻസ് കളിച്ചും ഒക്കെ ബാറ്റ് ചെയ്യും. പുള്ളി ബാറ്റ് ചെയ്താൽ പിന്നെ ആ ബോൾ 100 മീറ്റർ പരിസരത്ത് തപ്പിയാൽ പോലും കിട്ടില്ല. അതാണ് പെഡ്ഡിയുടെ ഹൈലൈറ്റ്. അങ്ങനെ ബാറ്റ് ചെയ്ത് നടക്കുന്ന പെഡ്ഡി മുഖത്തൊഴികെ വയറിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മാത്രം നോക്കി പ്രേമിക്കുന്ന പെണ്ണാണ് ജാൻവി കപൂറിന്റെ ആച്ചിയമ്മ. ചിത്രത്തിൽ ഹൈപ്പറായി സെക്ഷലൈസ് ചെയ്യപ്പെടുന്ന കഥാപാത്രമാണ് ജാൻവി കപൂറിന്റെ ആച്ചിയമ്മ. ആ ഗ്രാമത്തിലെ മറ്റെല്ലാ പെൺകുട്ടികളും സാധാരണ വസ്ത്രം ധരിക്കുമ്പോൾ നായകന് നോക്കി വെള്ളമിറക്കാൻ വേണ്ടി നായികയ്ക്ക് മാത്രം വ്യത്യസ്ത കോസ്റ്റ്യൂം നൽകുന്ന ബുച്ചി ബാബുവിന്റെ ക്രിയേറ്റീവ് ഡയറക്ഷൻ. ഉപ്പേന ചെയ്ത ബുച്ചി ബാബു തന്നെയാണോ ഇതെന്നറിയാൻ 2 പ്രാവശ്യം വിക്കിപീഡിയ നോക്കി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇത് പുള്ളി തന്നെയാണ്, കൺഫേം. എന്ത് തന്നെയാണെങ്കിലും ആച്ചിയമ്മയോടുള്ള ഭയങ്കരമായ പ്രേമം മൂത്ത് പ്രേമം എന്ന് തന്നെ തൽക്കാലം വിളിക്കേണ്ടി വരും. യോജിച്ച വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഫൗൾ ലാംഗ്വേജ് ഉപയോഗിച്ചതിന് യൂട്യൂബ് റെഡ് കാർഡ് തരും. അങ്ങനെ പ്രേമം മൂത്ത് കറണ്ട് പോകുന്ന ഒരു രാത്രിയിൽ ആരും അറിയാതെ വീട്ടിൽ കയറി ആച്ചിയമ്മയെ കയറി പിടിച്ച് ഉമ്മ വെക്കുന്ന പെഡ്ഡി. ആൻഡ് യു നോ വാട്ട്, ഈ മൊമെന്റിൽ റിവീൽ ചെയ്യുന്നില്ലെങ്കിലും പെഡ്ഡി ഇൻ ലവ് വിത്ത് ആച്ചിയമ്മ. ചിലർ പൂ കൊടുത്ത് ഇഷ്ടം പറയും, ചിലർ ലെറ്റർ കൊടുക്കും. അതുപോലെ പെഡ്ഡിക്ക് ലവ് തോന്നിയാൽ പെഡ്ഡി കയറി പിടിക്കും. ലോജിക് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. മുഖത്ത് നോക്കി ആച്ചിയമ്മ ഒരൊറ്റ പൊട്ടിക്കൽ പൊട്ടിക്കും എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് ബുച്ചി ബാബുവാണ്. ഉപ്പേന ചെയ്ത ബുച്ചിയല്ല, പെഡ്ഡി ചെയ്യുന്ന പുതിയ ബുച്ചി. പ്രേമം കൊണ്ടാണ് കയറി പിടിച്ചതെന്നറിയുന്ന ആച്ചിയമ്മ അപ്പോൾ തന്നെ പെഡ്ഡിക്ക് തിരിച്ചും ഒരു മുത്തം കൊടുക്കുന്നു. പിന്നെ ലവോട് ലവ്. അതിനിടെ നാട്ടിൽ ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കണം എന്ന ആവശ്യവുമായി മന്ത്രിക്ക് മുന്നിലെത്തുന്ന അപ്പൂപ്പൻ അപമാനിതനാവുന്നു. ആ അപമാനം താങ്ങാൻ വയ്യാതെ പുള്ളി ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നു. നാട്ടിലെ ആളുകൾ പ്രതിഷേധിക്കുന്നു, റെയിൽവേ സ്റ്റേഷന് തീയിടുന്നു, പോലീസ് അവരെ ആക്രമിക്കുന്നു. അങ്ങനെ ആകെ പ്രശ്നം. അവസാനം നാടിനൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പെഡ്ഡി ഗുസ്തി പഠിക്കാൻ പോകുന്നു. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നു, വിജയിക്കുന്നു. പക്ഷെ സെമി ഫൈനലിൽ വെച്ച് പുള്ളിയുടെ കാലിന് പരിക്ക് പറ്റി മത്സരത്തിൽ നിന്ന് അയോഗ്യനാവുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുസ്തി പഠിച്ചു കഴിഞ്ഞ് മറ്റൊരു ടൂർണമെന്റിലും പങ്കെടുക്കാതെയാണ് പുള്ളി ആദ്യം തന്നെ നാഷണൽ ടൂർണമെന്റിലേക്ക് പോകുന്നത്. ഇനി എങ്ങാനും ബുദ്ധി കൂടിയ പ്രേക്ഷകൻ അത് ചോദ്യം ചെയ്താലോ എന്ന് കരുതി അതൊരു പിൻവാതിൽ എൻട്രി ആണെന്ന് ബുച്ചി നേരത്തെ തന്നെ അങ്ങ് തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കാം, ബാക്കിയൊക്കെ പിന്നെ ലോജിക്കലായതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഇനി ഗുസ്തി കളിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്ന പെഡ്ഡി നേരെ റെയിൽവേ മന്ത്രിയെ കാണാൻ പോകുന്നു. പുള്ളി പെഡ്ഡിയുടെ അവസ്ഥ നോക്കി കളിയാക്കുന്നു. അന്ന് തന്നെ അടുത്ത ട്രെയിനിൽ തിരിച്ചു വരുമ്പോൾ കാല് ട്രെയിനിൽ നിന്ന് പുറത്തേക്കിട്ട് ആ കാല് പെഡ്ഡി മുറിച്ചു കളയുന്നു. ഇവിടെയാണ് പെഡ്ഡിയുടെ മാസ്റ്റർ ബ്രെയിൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാല് കൊണ്ട് ഇനി ഒരിക്കലും മത്സരിക്കാനാവില്ലെന്ന് മനസ്സിലാക്കുന്ന പെഡ്ഡി കാല് മുറിച്ചു കളയുന്നത് ഒരു പാരാ ട്രാക്ക് അത്ലറ്റായി മാറാൻ വേണ്ടിയാണ്. അവസാനം പാരാ ട്രാക്കിൽ ഓടി കയറി വിജയിക്കുന്ന പെഡ്ഡി പിന്നെ ഒരു 10-15 മിനിറ്റ് നീളുന്ന പ്രസംഗം നടത്തുന്നു. തൻ്റെ ഗ്രാമത്തിന്റെ പ്രശ്നവും ബുദ്ധിമുട്ടും പുള്ളി അവിടെ പറയുന്നു. അവസാനം റെയിൽവേ ആ നാടിനു വേണ്ടി ഒരു സ്റ്റോപ്പ് അനുവദിക്കുന്നു. ആ സ്റ്റോപ്പിന് അപ്പലവലസ എന്ന് പേരും കൊടുക്കുന്നു. അവസാനം പെഡ്ഡിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഗവൺമെന്റ് റൂറൽ ഏരിയകളിലുള്ള കുട്ടികളെ കണ്ടെത്താൻ ഒരു പദ്ധതി തുടങ്ങുന്നു. അവിടെ പടം അവസാനിക്കുന്നു. 2021 ബുച്ചി ബാബുവിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ചിത്രം ഉപ്പേനയിൽ നിന്ന് പെഡ്ഡിയിലേക്ക് വരുമ്പോൾ തിരുത്ത മുടിയാതെ എന്ന് പ്രേക്ഷകനെ കൊണ്ട് പറയിപ്പിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട പോസിറ്റീവ്.
ലോജിക്കില്ലായ്മയും സ്ത്രീ ശരീരത്തെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നതും ഡയലോഗും പ്രസന്റേഷനും എല്ലാം ഒരു 44-കാരൻ എത്രത്തോളം റിഗ്രസീവ് തോട്ടിനുടമയാണെന്ന് കൃത്യമായി കാണിക്കുന്നുണ്ട്. ഇത്രയുമൊക്കെ വൃത്തികേടുകൾ എഴുതി വെച്ചിട്ടും രാത്രി ഒരു പെണ്ണിനെ കയറി കടന്നു പിടിക്കുന്നത് റേപ്പ് അറ്റംപ്റ്റ് ആണെന്ന മിനിമം ബോധ്യമുണ്ടായിട്ടും ഒരു ഒബ്ജക്ഷനും ഇല്ലാതെ അത് പ്ലേ ചെയ്യാൻ രാംചരൺ കാണിച്ച ധൈര്യം തീർത്തും അഭിനന്ദനാർഹമാണ്. ഒപ്പം ഈ ചിത്രത്തിന് ഇത്രയും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കൊടുത്ത് സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. എന്തായാലും അച്ഛൻ ചിരഞ്ജീവിയും കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാറും നാഷണൽ അവാർഡ് ലെവൽ പെർഫോമൻസ് എന്ന് വിളിച്ചിട്ടുണ്ട് രാംചരണിന്റെ പെഡ്ഡിയിലെ അഭിനയത്തെ. ദേശീയ അവാർഡിന്റെ പുതിയ ട്രെൻഡ് നോക്കിയാൽ അങ്ങനെ പറഞ്ഞതിൽ അത്ര അത്ഭുതപ്പെടാനുമില്ല. അതുകൊണ്ട് തന്നെ പെഡ്ഡിയിൽ രാംചരണിന് നാഷണൽ അവാർഡ് കിട്ടുമോ എന്നാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്.